My channel. Yet another episode of Rajani At Kitchen. ഞാൻ രജനി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പ്രീവിയസ് അപ്ലോഡ് ചെയ്ത റെസിപ്പീസ് എല്ലാം നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് പപ്പായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഊണിനൊക്കെ വളരെ സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കാം. പപ്പായ സീസണാണ്. ഇപ്പോൾ നല്ല പച്ചയായിട്ട് തന്നെ പപ്പായ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കൂട്ട് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്ന പപ്പായ മുഴുവൻ എടുക്കുന്നില്ല. അപ്പോൾ എത്ര എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രം ഞാൻ തേങ്ങ ഒരു 6-7 വരെ ചെറിയ ഉള്ളി, അല്ലെങ്കിൽ വളരെ ചെറുതാണ് ഉള്ളി, ഒരുപാട് വലിപ്പമൊന്നുമില്ല. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു 3-4 കറിവേപ്പില തണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. തണ്ട് മീൻസ് ഇല മാത്രമായിട്ട്. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത്, ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് തേങ്ങ ഒതുക്കിയെടുത്തു, മീൻസ് ചതച്ചെടുത്തു. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് പകർത്തുവാണ്. ഇനി നമ്മൾക്ക് പപ്പായ നമുക്ക് നല്ല ക്ലീനാക്കി വെക്കണം. നാടൻ പപ്പായയാണ്. കടയിൽ നിന്ന് നമ്മൾക്ക് മരുന്നടിച്ചതൊക്കെ മേടിക്കുന്നതാണെങ്കിൽ അതിനകത്ത് അധികം കുരുവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പപ്പായ നാടൻ പപ്പായ ആയതുകൊണ്ട് നല്ലവണ്ണം കുരു ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുറിക്കാം. അപ്പോൾ ഈ പപ്പായയ്ക്ക് ഒരു ഓറഞ്ച് വന്നു കഴിഞ്ഞു. പഴുക്കാൻ തുടങ്ങിയ ഒരു പപ്പായ ആയിരുന്നു. ശരിക്കും ഞാൻ പച്ച തന്നെയാണെന്നാണ് കരുതിയത്. ശരിക്കും നല്ല റോ ആയിട്ടുള്ള പപ്പായയാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ നല്ലത്. ഇച്ചിരി പഴുപ്പ് തുടങ്ങിയാൽ തന്നെ വെള്ളം വറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം പപ്പായ സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് വെറുതെ അങ്ങ് കഴിക്കാം, അത്രയും നല്ലതാണ്. പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടാനായിട്ട് പപ്പായയുടെ ലീഫ്, പപ്പായ ഇതൊക്കെ നമുക്ക് ധാരാളം കഴിക്കാവുന്നതാണ്. പിന്നെ ഓവർ ഹീറ്റ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ പപ്പായ കൺസ്യൂം കുറയ്ക്കാം. ഇനി ഞാൻ ചീവി എടുത്തു. പപ്പായ എല്ലാം കണ്ടല്ലോ. നമുക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ചീവി എടുക്കാമല്ലോ. പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ പപ്പായ വെറുതെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുത്താലും മതി. നല്ല വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. 4 ടീസ്പൂൺ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ടു. 1 ടീസ്പൂൺ കടുക് ഇട്ടു. ഒന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇനി ചേർക്കാനൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മറ്റു തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ പപ്പായ തോരനും ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ക്യാബേജിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് ഇതിനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. മിക്കവരും ട്രൈ ചെയ്ത് നോക്കുന്നൊരു സംഭവം തന്നെയാണ്. വലിയൊരു സ്പെഷ്യൽ ഐറ്റം ഒന്നും അല്ല. നമ്മൾ മിക്കപ്പോഴും തോരനൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈൽ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് നമുക്ക് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട. വെറുതെ ഒന്നങ്ങ് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതിയേ. ഓക്കെ. മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടുതലായതുകൊണ്ടുമാണ് ഇത്തിരി കളർ ഒരു ഡിഫറൻസ്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കാവുന്നതുമാണ്. പിന്നെ പപ്പായയ്ക്ക് ഒരു ഓറഞ്ചിഷ് വന്നു കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ ആ വെള്ളാംശം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അധികം വേകാനായിട്ട് നമ്മൾ വെള്ളം തെളിക്കാതിരിക്കുകയാണ് നല്ലത്. നല്ല റോ പപ്പായ ആണെങ്കിൽ, പച്ച പപ്പായ ആണെങ്കിൽ അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഊണിന് നല്ലൊരു വിഭവമാണ്. അതല്ല ചപ്പാത്തി, അങ്ങനെ നാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്, വെജിറ്റേറിയൻസിന് ഇങ്ങനെയുള്ള തോരനൊക്കെ ധാരാളം മതി. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. വേണമെന്നുണ്ടെങ്കിൽ അവസാനവും കുറച്ച് ചേർക്കാവുന്നതാണ്. കാരണം നമ്മളൊരു അവസാനം കൊണ്ടൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണയോ കറിവേപ്പിലയൊക്കെ ഞെരടി ഇടുകയാണെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർത്തൊന്ന് തട്ടിപ്പൊത്തി വെച്ചാലും ഉപ്പ് പിടിച്ചോളും. അപ്പോൾ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇച്ചിരി ഒരു ക്രഞ്ചിനെസ് നമുക്ക് ആ പച്ച പപ്പായ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രഞ്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് വേവിച്ച് ഇങ്ങനെ കുഴഞ്ഞ് തളർന്നു പോകുന്ന രീതിയിലൊന്നും പപ്പായയോ ക്യാബേജോ വേവിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു 10 മിനിറ്റിനകം നമ്മളിത് ചീവി വയ്ക്കുവാണെങ്കിൽ അതേപോലെ ഒരു 10 മിനിറ്റിനകം നമുക്ക് തോരനും ഉണ്ടാക്കാവുന്നതാണ്. വളരെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഓൾറെഡി ഇതിൽ വെള്ളം ധാരാളമുണ്ട്. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇത്തിരി ചൂടുവെള്ളം ഒന്ന് തെളിച്ചങ്ങ് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ഇതിൽ വെള്ളമേ ആവശ്യമില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വേണ്ടി വന്നു.
കുറച്ചൊന്ന് വേകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 1-2 ടീസ്പൂൺ നമുക്ക് അത്രയും മതി. പക്ഷേ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും വേണ്ട. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ ഇത്തിരി വെള്ളം ആവശ്യം വേണ്ടി വന്നതുകൊണ്ടാണ് 1-2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഒരു അടിപൊളി തോരൻ തന്നെയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്താൻ മറക്കരുത്. പുതുതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതേ നിമിഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എന്ന് പറയുന്ന പോലെ നിങ്ങളെല്ലാവരും കമൻ്റ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറ്റാനായിട്ടാണ് വയ്ക്കാറ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ആവി കയറ്റിയതിന് ശേഷം പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 1-2 തവണ നമ്മൾക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഓളം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് 2-3 തവണ ചെയ്തിട്ട് മാക്സിമം ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു കടുക് പൊട്ടിക്കാനും ആ എണ്ണയിൽ ഒന്ന് ചൂടാക്കാനുള്ള ടൈമൊക്കെയാണ് 1-2-3 മിനിറ്റ്. ആകെ ഒരു 10 മിനിറ്റിനകം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഞരടി ഇട്ടിട്ടുണ്ട് നമ്മുടെ പച്ചക്കറിവേപ്പില. അതിനോടൊപ്പം ഇച്ചിരി 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും തൂവി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് 10 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഒപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.